അന്നാണ് നവതൂലിക കലാസാഹിത്യവേദി ജനിക്കുന്നത്. ഫേസ്ബുക്കിൽ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ശ്രീ വിഷ്ണു ആരംഭിച്ച നവതൂലിക പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ് 1-2 ഗ്രൂപ്പുകളിലായിട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുകയും മലയാള സാഹിത്യവേദിയിലെ പ്രഗത്ഭരായ ഒട്ടനവധി സാഹിത്യകാരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നവതൂലികയുടെ ജൈത്രയാത്ര ഇന്ന് 1-ാം വർഷം പിന്നിട്ട് 2-ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വിഷ്ണു പകൽക്കുരി അദ്ദേഹം എഴുത്തുകാരനും പ്രവാസിയുമാണ്. ഇന്ന് നമ്മളെ കൂടെ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ നവതൂലികയുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, നവതൂലികയുടെ അമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. നവതൂലികയുടെ അമ്മ എഴുത്താണ്. വിഷ്ണുവിൻ്റെ എഴുത്തിനോടുള്ള അദമ്യമായ പ്രണയ നവതൂലിക. അപ്പോ നമ്മളുടെ നവതൂലിക കലാസാഹിത്യ നവതൂലികയുടെ സഹകാരികളെ, സുഹൃത്തുക്കളെ, വളരെ ഹൃദയഹാരിയായ ചടങ്ങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 1 അല്ല 2-3 പരിപാടികൾ സംയുക്തമായിട്ട് നടക്കുകയാണ്. പറഞ്ഞ 10 മിനിറ്റ് ഒരിക്കലും കവിയരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക്, ധന്യമായ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബിനാജ് ഭാർഗവി അവർകളെ ഈ സമ്മേളനത്തിന്റെ പേരിൽ, അതോടൊപ്പം വ്യക്തിപരമായി എന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിച്ച വിമർശകരോട് നമുക്ക് ഈ വേലക്കരബദ്ധം അച്ചുപിഴയിൽപ്പെട്ടേ പെടൂ ദൃഢം എന്ന് പറയാനുള്ള ആർജവം കാണിച്ച മലയാളത്തിന്റെ ഒരേ ഒരു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ. അതുകൊണ്ട് ഇതറിയാം. പക്ഷെ ക്ലിഷയിൽ നിന്ന് സ്വന്തമായി വാർത്ത തീർക്കാൻ പറയുന്നത് പുതിയതായിട്ട് നമ്മൾ രൂപപ്പെട്ടുകൊണ്ടേ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എത്തിയിട്ടുള്ളത്. അത് കവിത വളരുകയുള്ളൂ, അല്ലെങ്കിൽ ഭാഷ വളരുകയുള്ളൂ, സാഹിത്യം വളരുകയുള്ളൂ. ഈ ഒരു അവസ്ഥ യുവ സാഹിത്യകാരന്മാർക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അവിടെയും ഒരു പ്രകാശധാര കാണുന്നത് ശിവാനിയെ പോലൊരു കുട്ടീനെയാണ്. ചെറിയ കവി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവളുടെ ഒരു ചെറിയൊരു കവിത ഞാൻ വായിച്ചു. കലയുടെ അനുഭൂതിയിലെത്തുന്ന നമ്മൾക്കും സാഹിത്യത്തിൻ്റെ അത് ഏത് മേഖലയായാലും അനുഭൂതിയിലെത്തുന്ന നമുക്കും പറയാവുന്ന, എഴുതി വയ്ക്കാവുന്ന വാക്കുകളാണ് ഇത്. അക്ഷരങ്ങൾ അഗ്നയാണ്, അതിന് മറ്റുള്ളവരെ ഉള്ളിക്കാനും അതോടൊപ്പം തന്നെ വെളിച്ചം പകരാനും ഒക്കെ കഴിയും. അപ്പോൾ കവിതകളാണ് നമ്മൾ കൂടുതൽ വായിക്കുന്നത്. മലയാള കവിതകൾ വ്യത്യസ്തമല്ല. ഇവിടെ വളരെ നന്നായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചിരുന്നു. എങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴും അതേസമയം എത്തുമ്പോഴും ആ എത്തലിൽ ആരൊക്കെ പങ്കാളികളാവുന്നു അദ്ദേഹം പറഞ്ഞു. ടുന്നു ആത്മസ്വത്വത്തിൽ ഗണിക്കുന്ന പോയി ആമ്പുതലിഞ്ഞൊരു മൊട്ടക്കുന്നു വിറക്കുന്നു. അച്ചുകിടക്കും കൈകാലുകളും ചിതറിയ തലയൊടിക്കുന്നുകളും. അച്ചുകിടക്കും കൈകാലുകളും ചിതറി വീഴുന്ന സകർണങ്ങൾക്ക് മുന്നിൽ ചോരമണുന്നു ഭീതികളിൽ ഭീതിയോടെ. ദീർഘനാളായി തപം ചെയ്തിരുന്നവൾ എന്നിൽ നിന്നും ഉയർത്തുന്നുറവകൾ എൻ ജീവനാടികൾ എന്നെ ഞാനാക്കിയ പുണ്യം പിച്ച വെച്ചു തുടങ്ങിയോരെന്നെ കൈപിടിച്ചു നടത്തിയ ബാല്യം. ദക്ഷിണയും വെറ്റടയ്ക്കാ ദക്ഷിണ
വാക്കിനെയും താകതൈതക 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 താര താകതൈതക താകതൈ എല്ലാവരും സ്നേഹവും നമുക്ക് മനസ്സിലാക്കി അച്ഛനും ഭാഗ്യമില്ല എങ്കിലും അച്ഛൻ്റെ നെഞ്ചിൽ എന്നും ചാഞ്ഞുറങ്ങിയിടുന്ന കുട്ട എങ്കിലും അച്ഛൻ്റെ നെഞ്ചിൽ എന്നും ചാഞ്ഞുറങ്ങിയിടുന്ന കുട്ട ആകാശം പഴുത്തു അരുളൻ കൊള്ളി കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കവിഞ്ഞ് ദേവി തന്നെ മടിയിലിരുത്തിട്ടുമാകൊടുത്തിട്ടുമണി കഥ പറയും ആരുടെ മനുഷ്യന്റെ ഒട്ടകത്തിന്റെ മാറുമിന്റെ കഥ പറയും പിന്നെ കാണുവാൻ മാത്രമായി ഞാൻ രാവിലുറങ്ങാതെ പോ നവതുലിക എന്ന് പറയുമ്പോൾ നവതുലിക കലാസാഹിത്യ വേദി എന്ന് പറയുമ്പോൾ